അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ വെടിയേറ്റ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യസംഘം വിപുലപ്പെടുത്തി. 20-അംഗ സംഘത്തെ 50ആയി ഉയർത്തി. ഉൾക്കാട്ടിലേക്ക് നീങ്ങിയ ആനയെ കണ്ടെത്താൻ കൂടുതൽ മേഖലകളിൽ തിരച്ചിൽ നടക്കും. സൂരജ് സജ്ജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ആന ഇപ്പോൾ എവിടെയുണ്ട് എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം? സൂരജ്. ഉന്മേഷ്, ദൗത്യസംഘത്തിന്റെ ദൗത്യം അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ അരുൺ സക്രി അടക്കം നിലവിൽ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്ലാന്റേഷനോട് ചേർന്നുള്ള വനമേഖലയിലാണ് നിലവിൽ ഈ ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ നടക്കുന്നത്. 20-അംഗ ദൗത്യസംഘം 50 അംഗത്തിലേക്കാക്കി ഉയർത്തിക്കൊണ്ടാണ് നിലവിൽ ഇന്നത്തെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനംവകുപ്പിനെ സംബന്ധിച്ച് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ആന ഉൾക്കാട്ടിലേക്ക് വലിയുന്നത്. പിന്നീട് ഈ ആനയെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ ചെറിയ സൂചനകൾ, അതായത് ആനയെ ചിലയിടങ്ങളിൽ കണ്ടതായി ചില തൊഴിലാളികളും അടക്കം വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിലേക്കാണ് നിലവിൽ വനംവകുപ്പ് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ ആനയെ കണ്ടെത്തിയാൽ മാത്രമാണ് ആനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ ഉൾപ്പെടെ ഉറപ്പാക്കുന്ന നടപടികൾ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആനയെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളാണ് നിലവിൽ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആനയെ തുരുത്തിൽ നിന്ന് പടക്കം പൊട്ടിച്ച് ഈ പ്ലാന്റേഷന്റെ റബ്ബർ തോട്ടത്തിലേക്ക് കയറ്റുന്നതിനിടയിലായിരുന്നു ആന പരിഭ്രാന്തിപ്പെട്ട് ഓടിയത്. അതിനുശേഷം ഇതുവരെയും ആനയെ കണ്ടെത്തിയിട്ടില്ല. ആനയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ആദ്യം നടത്തുന്നത്. ഉന്മേഷ്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.